എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് വരെയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, യൂണിഫോം മോഷൻ. എന്താണെന്ന് നോക്കാം. യൂണിഫോം മോഷൻ അതായത് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ യൂണിഫോം മോഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. 0 സെക്കൻഡിൽ അയാൾ 0 മീറ്ററിൽ ഇരിക്കുകയാണ്. 1 സെക്കൻഡ് ആയപ്പോൾ അയാൾ നടന്ന് 2 മീറ്ററിൽ വന്നു. 2 സെക്കൻഡ് ആയപ്പോൾ 4 മീറ്ററിൽ വന്നു. 3 സെക്കൻഡ് ആയപ്പോൾ 6 മീറ്റർ. 4 സെക്കൻഡ് ആയപ്പോൾ 8 മീറ്റർ. 5 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ. ഇല്ലേ? ഇങ്ങനെ ഒരാൾ ട്രാവൽ ചെയ്യുകയാണ്, ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. ഇല്ലേ? നമുക്കറിയാവുന്നതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നോ അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 0 സെക്കൻഡിൽ നിന്നും 1 സെക്കൻഡിലേക്ക് വരാൻ 1 സെക്കൻഡാണ് സമയം ആവശ്യമായിട്ട് വരുന്നത്. ഇല്ലേ? ഈ 1 സെക്കൻഡ് കൊണ്ട് ഇയാൾക്ക് 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടായത്. അതായത് 0 മീറ്ററിൽ ഇരുന്ന ആൾ ട്രാവൽ ചെയ്ത് 2 മീറ്ററിൽ വന്നു. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് 1 സെക്കൻഡിൽ 2 മീറ്റർ അല്ലേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇയാളുടെ വെലോസിറ്റി ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 1 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡിലേക്ക് വന്നപ്പോൾ ഇയാൾ വീണ്ടും ഒരു 2 മീറ്റർ ട്രാവൽ ചെയ്ത് 4ാമത്തെ മീറ്ററിൽ വന്നു. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 1 സെക്കൻഡ് കൊണ്ടും ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണ്. ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ 2ാമത്തെ സെക്കൻഡിൽ നിന്നും 3ാമത്തെ സെക്കൻഡിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് എടുക്കും. വീണ്ടും അയാൾ 4 മീറ്ററിൽ നിന്നും 6 മീറ്ററിലേക്ക് വന്നു. ഇല്ലേ? 4ൽ നിന്നും 6ലേക്ക് വരുമ്പോൾ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും? വീണ്ടും 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അയാൾക്ക് 1 സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണ്. അപ്പോൾ വെലോസിറ്റി അഗൈൻ 2 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 3ാമത്തെ സെക്കൻഡിൽ നിന്നും 4ാമത്തെ സെക്കൻഡിലേക്ക് ടൈം വന്നപ്പോൾ ഇയാൾ വീണ്ടും 2 മീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇവിടെയും അയാളുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അല്ലേ? എന്ന് പറഞ്ഞാൽ അയാൾ 1 സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് അയാൾക്കുണ്ടായി, അതാണ് അയാളുടെ വെലോസിറ്റി. വീണ്ടും 4ാമത്തെ സെക്കൻഡിൽ നിന്നും 5ാമത്തെ സെക്കൻഡ് ആയപ്പോൾ അയാൾ വീണ്ടും 2 മീറ്റർ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വീണ്ടും അയാളുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തപ്പോൾ ഓരോ ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തിന്റെ ഇടവേളകളും നമ്മൾ എടുത്തു. ഇവിടെ 1 സെക്കൻഡ് ഇന്റർവൽ 2 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ഒരു ഇന്റർവൽ അവിടെയും 2 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ടൈം ഇന്റർവൽ അവിടെയും 2 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാ ടൈം ഇന്റർവെല്ലിലും അയാളുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഒരേ ഡ്രസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ പറയും അവരെല്ലാം യൂണിഫോമിലാണെന്ന് പറയും. ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഹിയർ വെലോസിറ്റി ഓഫ് ദിസ് ഒബ്ജക്ട് ഈസ് യൂണിഫോം. എല്ലാവരുടെയും വെലോസിറ്റി അല്ലെങ്കിൽ എല്ലാ ഇന്റർവെല്ലിലെയും വെലോസിറ്റി ഇതിന് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെന്ന് പറയാം. എന്താണെന്ന് പറയാം? യൂണിഫോം മോഷനിലാണെന്ന് പറയാം. അപ്പൊ എന്താണ് യൂണിഫോം മോഷന്റെ പ്രത്യേകത? യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, വെലോസിറ്റി മാറില്ല. ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് യൂണിഫോം മോഷനിൽ ഇരിക്കണം എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഈക്വൽ ഇന്റർവെലുകളിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഇല്ലേ? 1 സെക്കൻഡിൽ 2 മീറ്റർ, അടുത്ത സെക്കൻഡിൽ 2 മീറ്റർ, അടുത്ത സെക്കൻഡിലും 2 മീറ്റർ. ഇങ്ങനെ ഓരോ സെക്കൻഡിലും അയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അയാൾ യൂണിഫോം മോഷനിലായിരിക്കും. ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറും. അപ്പോൾ യൂണിഫോം മോഷനിലിരിക്കുന്ന ആടെ വെലോസിറ്റി മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ എങ്ങോട്ടാണോ ട്രാവൽ ചെയ്തത് ആ ഡയറക്ഷൻ മാറരുത്. ഇല്ലേ? അപ്പം ഡയറക്ഷൻ മാറാതെ ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പോകണം? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകേണ്ടി വരും. ഇല്ലേ? അങ്ങനെയാണെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അല്ലേ? അതായത്
ഒരു യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും യൂണിഫോം മോഷനിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം മോഷൻ എന്താണെന്ന് പറയാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ covers equal distances in equal intervals of time, then the object is said to be in uniform motion. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇൻട്രവലുകളിൽ എന്ന് പറഞ്ഞാൽ തുല്യമായ ഇടവേളകളിൽ, അതായത് സമയത്തിന്റെ ഇടവേളകളിൽ ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ്, അതായത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് ഈക്വൽ ആണെങ്കിൽ then the object is said to be in uniform motion. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ എപ്പോഴും അയാൾ ഈക്വൽ ഇന്റർവെലുകളിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ്. അപ്പോൾ നിങ്ങൾ യൂണിഫോം മോഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് യൂണിഫോം മോഷനിൽ ഇങ്ങനെ നടന്നു പോകണം. എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്ന അതേ ഡിസ്റ്റൻസ് നിങ്ങൾ രണ്ടാമത്തെ ഒരു സെക്കൻഡ് കൊണ്ടും കവർ ചെയ്യണം. അങ്ങനെ അങ്ങോട്ട് പോകണം. പിന്നെ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ പോകാവൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിലായിരിക്കും? യൂണിഫോം മോഷനിലായിരിക്കും, അല്ലേ? ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ 5 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ, അങ്ങനെ ഓരോ സെക്കൻഡിലും 5 മീറ്റർ 5 മീറ്റർ 5 മീറ്റർ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളെ നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഒരേ സ്പീഡിൽ ഇങ്ങനെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഡയറക്ഷൻ മാറരുത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ പോകണം. ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറും, അല്ലേ? കിഴക്കോട്ട് പോകുന്ന ഒരു ഒബ്ജക്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി മാറും. ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. കൃത്യമായ അല്ലെങ്കിൽ തുല്യമായ ടൈമിന്റെ ഇടവേളകളിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. പിന്നെ അതൊരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ഒരു യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പ്രത്യേകത. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പഠിച്ചിരുന്നു, അല്ലേ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ, അല്ലേ? ഒരു ഇൻസ്റ്റന്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 0 സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെ. അത് 2 ടൈം പറഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്ര, രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്ര, അങ്ങനെ ഒറ്റ ടൈം പറഞ്ഞെടുക്കുമ്പോൾ അതിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒന്നാമത്തെ സെക്കൻഡ് മുതൽ 4ാമത്തെ സെക്കൻഡ് വരെ ഈ ഒബ്ജക്റ്റിനുള്ള വെലോസിറ്റി അതെന്താണ്? ആവറേജ് വെലോസിറ്റി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2 ടൈം പറഞ്ഞാണ് വെലോസിറ്റി ചോദിക്കുന്നതെങ്കിൽ അത് ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഒറ്റ ടൈമേ പറയുന്നുള്ളൂ. വാട്ട് ഈസ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ടൈം t is equal to 5 സെക്കൻഡ്. 5ാമത്തെ സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റി ഉണ്ട്? അങ്ങനെ ചോദിച്ചാൽ അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ദെൻ അപ്പോൾ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആയിരിക്കും, അല്ലേ? അതായത് കാരണം എപ്പോഴും അയാൾ ഒരേ വെലോസിറ്റിയിലല്ലേ പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയും അതിന്റെ ശരാശരി ആവറേജ് വെലോസിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ഒരാൾ യൂണിഫോം മോഷനിലാണെങ്കിൽ, അല്ലേ? ഇപ്പോൾ 1ാമത്തെ സെക്കൻഡ് മുതൽ 5ാമത്തെ സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി നിങ്ങൾ നോക്കിയാലും ഈ 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്, അല്ലേ? 1ാമത്തെ സെക്കൻഡ് മുതൽ 5ാമത്തെ സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി നോക്കിയാൽ എത്ര കിട്ടും? അവിടെയും 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. കാരണം എല്ലായിടത്തും ഇയാൾക്ക് ഒരേ വെലോസിറ്റി അല്ലേ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 2ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റിയും ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 3ാമത്തെ സെക്കൻഡിൽ ഏത് ടൈം എടുത്താലും അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യൂണിഫോം മോഷനെ കുറിച്ച് മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അതിതാണ്, ഇൻ യൂണിഫോം മോഷൻ ആവറേജ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ എക്സാമിന് ചോദിക്കാം, ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്ട് എന്ത് മോഷനിലായിരിക്കും? ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. നമുക്കിനി അടുത്തതായി നോക്കാനുള്ളത് നോൺ യൂണിഫോം മോഷൻ എന്താണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഒബ്ജക്റ്റ് 0 സെക്കൻഡിൽ 0 മീറ്ററിൽ ഇരിക്കുന്നു. 1 സെക്കൻഡ് ആയപ്പോൾ അയാൾ 2 മീറ്ററിൽ വന്നു. 2 സെക്കൻഡ് ആയപ്പോൾ അയാൾ 6 മീറ്ററിൽ വന്നു. 3ാമത്തെ സെക്കൻഡ് അയാൾ 14 മീറ്ററിൽ വന്നു, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ
നമുക്കറിയാം ഒരു സെക്കൻഡിൽ ഒരാൾക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് അയാളുടെ വെലോസിറ്റി. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം, കാരണം ഇവിടെ ടൈം എല്ലാം 1 2 3 അങ്ങനെ പോയിരിക്കുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0-ൽ നിന്നും 1 സെക്കൻഡിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് എടുത്തു. അപ്പൊ ഈ 1 സെക്കൻഡ് കൊണ്ട് ഇയാൾക്കുണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അയാളുടെ വെലോസിറ്റി എന്താണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. 2 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 1 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡിലേക്ക് 1 സെക്കൻഡ് സമയമെടുക്കും. ഈ 1 സെക്കൻഡ് കൊണ്ടും അയാൾക്കുണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2 മീറ്ററിൽ ഇരുന്ന ആള് 6 മീറ്ററിൽ വന്നു എന്ന് പറഞ്ഞാൽ 6 - 2 4 മീറ്റർ ആണ് അയാൾക്കുണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് അയാൾക്ക് 4 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ഈ ടൈമിനിടയ്ക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ആവറേജ് വെലോസിറ്റി ആണ് നമ്മൾ എടുക്കുന്നത്. 2 ടൈം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന വെലോസിറ്റി എപ്പോഴും ആവറേജ് വെലോസിറ്റി ആയി. ഇനി ഇതുപോലെ തന്നെ 2 സെക്കൻഡിൽ നിന്നും 3 സെക്കൻഡിൽ വന്നു. അവിടെ 1 സെക്കൻഡ് ടൈമാണ് എടുത്തത് അല്ലെ. 2-ൽ നിന്നും 3-ലേക്ക് വന്നു. അപ്പോൾ അയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്ര മീറ്റർ ആണ്? 6 മീറ്ററിൽ ഇരുന്ന ആള് 14 മീറ്ററിൽ വന്നു. ദെൻ 14 - 6 8 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് 1 സെക്കൻഡ് കൊണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാളുടെ വെലോസിറ്റി. 1 സെക്കൻഡിൽ അയാൾക്ക് 8 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതാണ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ, ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് 4 മീറ്റർ ട്രാവൽ ചെയ്തു, ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് 8 മീറ്റർ ട്രാവൽ ചെയ്തു ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ ഇന്റർവെൽ 1 സെക്കൻഡ് എല്ലാവർക്കും സെയിം ആണ് ഇല്ലേ. ഇവിടെ 1 സെക്കൻഡ്, ഇവിടെ 1 സെക്കൻഡ്, ഇവിടെ 1 സെക്കൻഡ്. ടൈം ഇന്റർവെൽ സെയിം ആണ്. പക്ഷെ ആ ഈക്വൽ ടൈം ഇന്റർവെലിൽ ഈ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം അല്ല, അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം അല്ല. അതുകൊണ്ട് അയാളുടെ വെലോസിറ്റി പലപ്പോഴും പലതായി ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് നോൺ യൂണിഫോം മോഷൻ എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്ത മോഷനാണ് നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ നോൺ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇന്റർവെലുകളിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കത്തില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇഫ് ആൻ ഒബ്ജക്റ്റ് covers unequal distances in equal intervals of time. If an object covers unequal distances, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8 അല്ലെ. അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ടൈം ഇന്റർവൽ നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ എടുത്തത്. ഓരോ സെക്കൻഡിന്റെ ഇന്റർവെലുകളിലാണ് നമ്മൾ ഇതൊന്ന് പരിശോധിച്ചത് ഇല്ലേ. അപ്പോൾ ഓരോ സെക്കൻഡിന്റെ ഇന്റർവെലിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ല, പിന്നെ അടുത്ത 1 സെക്കൻഡ് ഇല്ലേ. അങ്ങനെ അൺഈക്വൽ ഡിസ്റ്റൻസസ് ആണ് ഈക്വൽ ഇന്റർവെലിൽ കവർ ചെയ്യുന്നതെങ്കിൽ അത് നോൺ യൂണിഫോം മോഷനിലായിരിക്കും. എന്താണെന്ന് നോക്കാം. ആക്സിലറേഷൻ. നിങ്ങൾ ബൈക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഹാൻഡിൽ ബാറിൽ ആക്സിലറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ആക്സിലറേറ്ററിൽ ഇങ്ങനെ പിടിച്ച് പുറമോട്ട് തിരിക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടും ഇല്ലേ. മുന്നോട്ട് തിരിക്കുമ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ ഈ ആക്സിലറേറ്ററിൽ തിരിക്കുമ്പോൾ സംഭവിക്കുന്നത് വണ്ടിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ 1 സെക്കൻഡിൽ എത്ര വെലോസിറ്റി ഒരു ഒബ്ജക്റ്റിന് ചേഞ്ച് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ചേഞ്ചിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ മീൻസ് ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് 1 സെക്കൻഡിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വെലോസിറ്റി മാറി, അതാണ് ആക്സിലറേഷൻ അല്ലേ. ദെൻ ആക്സിലറേഷൻ മീൻസ് ഇറ്റ് ഈസ് ദി rate of change of velocity or change in velocity in unit time. അപ്പോൾ ആക്സിലറേഷന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ആക്സിലറേഷൻ is equal to change in velocity divided by time taken. That is known as acceleration. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയാം. ഇത് രണ്ടും ആക്സിലറേഷന്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ്, ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് ആക്സിലറേഷൻ ഇല്ല.
അല്ലേ? അപ്പോൾ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ വെലോസിറ്റി മാറിയാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ആക്സിലറേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി, ഫസ്റ്റിൽ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി യു ആണെന്ന് വെക്കുക. ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഒരു പർട്ടിക്കുലർ ടൈം, ഒരു 5 സെക്കൻഡ് കഴിഞ്ഞു, അപ്പോൾ ടൈം ടി. അപ്പോൾ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് വി എന്ന് പറയുന്ന വെലോസിറ്റി ആയി, അല്ലേ? നിങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ യു എന്നും ഫൈനൽ വെലോസിറ്റിയെ വി എന്നും എഴുതും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി v0യും ഫൈനൽ വെലോസിറ്റി വിയുമായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ യുവിന് പകരം v0 എന്ന് നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ A is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ലാസ്റ്റിൽ അയാളുടെ വെലോസിറ്റി v ആണ്, മൈനസ് ആദ്യത്തെ വെലോസിറ്റി u ആണ്, ദെൻ അതിനടുത്ത ടൈം t ആണ്. അപ്പോൾ ആക്സിലറേഷൻ A is equal to v minus u by t എന്ന് നമുക്ക് എഴുതാം. ദെൻ ആക്സിലറേഷൻ മീൻസ് ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു സെക്കൻഡിൽ ഒരാളുടെ വെലോസിറ്റിക്ക് എത്രത്തോളം മാറ്റം വന്നു, അതാണ് ആക്സിലറേഷൻ, ഇല്ലേ? അതായത് വെലോസിറ്റി കൂടാം, വെലോസിറ്റി കുറയാം. ഇനിയും ആക്സിലറേഷൻ മെഷർ ചെയ്യണം. അപ്പോൾ അതിന്റെ SI യൂണിറ്റൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആക്സിലറേഷന്റെ SI യൂണിറ്റ്, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ദെൻ സെക്കൻഡ്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1/സെക്കൻഡ്. സെക്കൻഡ് ഡിനോമിനേറ്റർ അല്ലേ? അപ്പൊ സെക്കൻഡും സെക്കൻഡും സെക്കൻഡ് സ്ക്വയർ ആയി, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ ബൈ 2 സെക്കൻഡിൽ ഇതാണ്, ദെൻ സെക്കൻഡ് സ്ക്വയർ, അല്ലേ? ദെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇതാണ് ആക്സിലറേഷന്റെ SI യൂണിറ്റ്. ദെൻ ഓർ നമുക്ക് ഈ സെക്കൻഡ് സ്ക്വയറിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയാൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് എഴുതാം, അല്ലേ? സെക്കൻഡ് സ്ക്വയർ ന്യൂമറേറ്ററിൽ ചെന്നാൽ സെക്കൻഡ് റേസ് ടു -2, ഇല്ലേ? അതായത് 1/10 സ്ക്വയർ, അത് ന്യൂമറേറ്ററിൽ ചെന്നാൽ 10 റേസ് ടു -2 എന്ന് എഴുതിയില്ലേ? അതുപോലെ തന്നെ, അതായത് മീറ്റർ സെക്കൻഡ് റേസ് ടു -2 അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് പഠിച്ചു, മീറ്റർ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഈ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ, അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനിയും ആക്സിലറേഷൻ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ആക്സിലറേഷനും നെഗറ്റീവ് ആക്സിലറേഷനും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് ആക്സിലറേഷൻ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു ബസ് കാണുന്നില്ലേ? ഒരു റോഡ് സൈഡിൽ നിന്ന് നമ്മളൊരു ബസ് കാണുകയാണ്. ബസ് കണ്ടു, ബസ്സിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബസ്സിനെ കണ്ടപ്പോൾ അത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ബസ് സ്റ്റോപ്പിലൊക്കെ ബസ് നിർത്തി കാണാം, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്ത് കാണാം. നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടപ്പോൾ ബസ് എത്ര വെലോസിറ്റിയിൽ പോവാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോവാണ്. അതാണ് ബസ്സിന്റെ ഇപ്പോഴത്തെ ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇനിഷ്യൽ, നമ്മളപ്പം ചില കുട്ടികളൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ? എല്ലാ ബസ്സും റെസ്റ്റിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി എല്ലാവരുടെയും 0 ആണല്ലോ. നമ്മൾ അങ്ങനെയല്ല എടുക്കുന്നത്. അതായത് നമ്മൾ പരിശോധിക്കുന്ന ടൈമിനുള്ളിലുള്ള കാര്യം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതിന് മുമ്പുള്ള കാര്യവും അതിന് പിമ്പുള്ള കാര്യവും നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ടൈമാണ്, ഈ ടൈം തൊട്ട് ഈ ടൈം വരെ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട സമയം, ആ കണ്ട സമയത്ത് ബസ് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ മറ്റൊരു ബസ് വന്നപ്പോൾ ഈ ബസ്സിന്റെ സ്പീഡ് അല്പം കൂടി, അല്ലെങ്കിൽ വെലോസിറ്റി അല്പം കൂടി. അതായത് വെലോസിറ്റി ഇപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്തു. ബസ്സിന്റെ വെലോസിറ്റി ഒരു 2 സെക്കൻഡ് കൊണ്ടാണ് ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്തത്. അപ്പം 2 സെക്കൻഡ് എടുത്തിട്ടാണ് ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്തത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ബസ്സിന്റെ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ A is equal to v minus u by t. അതായത് v എന്ന് പറയുന്നത് 20, u എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ
അല്ലേ? ദെൻ 20 മൈനസ് 10, 10 ഡിവൈഡ് ബൈ 2, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ആക്സിലറേഷൻ. നമുക്കൊരു എക്സാമ്പിളോടെ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ബസ് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോവാണ്. 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരു ബസ് പോകുന്നു. നമ്മൾ കൈ കാണിക്കുമ്പോൾ ബസ് എന്ത് ചെയ്യും? ബസ് വെലോസിറ്റി കുറയ്ക്കും, ഇല്ലേ? ഒരു 5 സെക്കൻഡ് ആയപ്പോൾ ഈ ബസിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കുറഞ്ഞു. ദെൻ 5 സെക്കൻഡ് ടൈം കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഒരു ബസ് വന്നു, നമ്മൾ ആ ബസ്സിൽ കയറാൻ വേണ്ടി കൈ കാണിച്ചപ്പോൾ ബസ് പതിയെ വെലോസിറ്റി കുറച്ചു. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ബസ്സിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരുന്ന ബസ്സാണ് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ A is equal to V minus U by T. ഫൈനൽ വെലോസിറ്റി 5, ഇനിഷ്യൽ വെലോസിറ്റി 10 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 5, അല്ലേ? 5 മൈനസ് 10 എത്രയാണ്? 5 മൈനസ് 10 മൈനസ് 5 ആണ്, ഡിവൈഡഡ് ബൈ 5. ദെൻ മൈനസ് 5 ബൈ 5 മൈനസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. എപ്പോഴാണ് ആക്സിലറേഷൻ നെഗറ്റീവ് വന്നത്? വെലോസിറ്റി കുറഞ്ഞപ്പോൾ. അപ്പോൾ ബസിന്റെ വെലോസിറ്റി കുറഞ്ഞപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവായി. എന്നാൽ ഫസ്റ്റ് കേസിൽ ബസിന്റെ വെലോസിറ്റി 10ൽ നിന്നും 20ലേക്ക് കൂടിയപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻക്രീസസ് വിത്ത് ടൈം ദെൻ ദി ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. If the velocity of an object decreases with the time, then the acceleration is negative. ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈമിനനുസരിച്ച് കൂടുകയാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്നും, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈമിനനുസരിച്ച് കുറയുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നും വിളിക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് ആക്സിലറേഷനെ ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷനെ ഡീസിലറേഷൻ എന്നോ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നോ നമുക്ക് വിളിക്കാം. ഇനിയും പോസിറ്റീവ് ആക്സിലറേഷനും നെഗറ്റീവ് ആക്സിലറേഷനും നമുക്ക് മറ്റൊരു രീതിയിലൂടെ പറയാം. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടിയാൽ പോസിറ്റീവ് ആക്സിലറേഷൻ, വെലോസിറ്റി കുറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടുന്നത്? അതായത് ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണോ ട്രാവൽ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് സൈക്കിൾ ചവിട്ടി പോവാണ്, അതായത് നോർത്തിലേക്ക് സൈക്കിൾ ചവിട്ടി പോവാണ്. നിങ്ങൾ അവനെ നോർത്തിലേക്ക് തള്ളിയാൽ എന്ത് സംഭവിക്കും? അവന്റെ വെലോസിറ്റി കൂടും, അല്ലേ? അപ്പോൾ നിങ്ങൾ നോർത്തിലേക്ക് പോകുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ നോർത്തിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവന്റെ വെലോസിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണോ പോകുന്നത്, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് ആക്സിലറേഷൻ എങ്കിൽ അയാളുടെ വെലോസിറ്റി കൂടും, ഇല്ലേ? ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, ഇല്ലേ? അപ്പോൾ അതിനെ നിങ്ങളുടെ പേരൻസ് അഭിനന്ദിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കുറച്ചുകൂടെ നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഒക്കെ തുടങ്ങും, ഇല്ലേ? അപ്പൊ അതുപോലെയാണ് ഒരു പോസിറ്റീവ് ആക്സിലറേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് ആക്സിലറേഷൻ എങ്കിൽ നമുക്കവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയാം, അല്ലേ? ദെൻ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടിയാൽ പോസിറ്റീവ് ആക്സിലറേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും അതിനെ മനസ്സിലാക്കാം. ഇഫ് ദി ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ദെൻ ദി ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. അതായത് ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് ആക്സിലറേഷൻ എങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ഇനി നോർത്തിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട് സൈക്കിൾ ചവിട്ടി പോവാണ്. അപ്പോൾ അവനെ നിങ്ങൾ സൗത്തിലേക്ക് പിടിച്ചു വലിക്കുന്നു, പുറമോട്ട് പിടിച്ചു വലിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ മുന്നോട്ട് പോയ നിങ്ങളുടെ ഫ്രണ്ടിനെ വെലോസിറ്റി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ പുറമോട്ട് പിടിച്ചു വലിച്ചു, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുന്ന ഫ്രണ്ടിന്റെ ആക്സിലറേഷൻ പുറമോട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കാരണം അയാളുടെ വെലോസിറ്റി കുറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അതായത് ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആക്സലറേഷൻ എങ്കിൽ നമുക്കതിനെ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയാം. ഇഫ് ദി ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് മോഷൻ ദെൻ ദി ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സലറേഷൻ എങ്കിൽ അതിനെ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് വിളിക്കാം. അത് കാരണം അയാളുടെ വെലോസിറ്റി കുറയും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഉത്സാഹം ഇല്ലാതെയാവും. അപ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതില്ലേ. ഇന്ന് പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റ് പോകുന്ന അതേ ഡയറക്ഷനിൽ നിങ്ങൾ ആക്സലറേഷൻ കൊടുത്താൽ അതിന്റെ വെലോസിറ്റി കൂടും. ദെൻ ദർ ഈസ് എ പോസിറ്റീവ് ആക്സലറേഷൻ. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സലറേഷൻ എങ്കിൽ എന്ത് സംഭവിക്കും? അയാളുടെ വെലോസിറ്റി കുറയും. അവിടെ നെഗറ്റീവ് ആക്സലറേഷൻ ആക്ട് ചെയ്യും. അപ്പോൾ ഇഫ് ദി ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ then the acceleration is positive. If the acceleration of an object is opposite to its direction of motion then its acceleration is negative. Negative acceleration retardation അല്ലെങ്കിൽ deceleration എന്ന് നമ്മൾ വിളിക്കും. Retardation or deceleration. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് പോകുന്ന അതേ ഡയറക്ഷനിലാകണം ആക്സലറേഷൻ എന്ന് നിർബന്ധമില്ല. അതായത് മുന്നോട്ട് പോകുന്ന ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ പിന്നോട്ടാകാം. അതിന് എക്സാമ്പിളാണ്, നിങ്ങൾ സുഹൃത്ത് മുന്നോട്ട് സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ പുറമോട്ടാണ് പിടിച്ചു വലിക്കുന്നതെങ്കിൽ ആള് പോകുന്നത് മുന്നോട്ടും ആക്സലറേഷൻ പുറമോട്ടും ഇല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ. അതായത് ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വരാൻ കാരണം എന്താണ്? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന കല്ലിനെ എർത്ത് താഴോട്ട് പിടിച്ചു വലിക്കുന്നു. അത് കാരണം അതിന്റെ വേഗത കുറയുന്നു. അപ്പോൾ അവിടെ നെഗറ്റീവ് ആക്സലറേഷൻ ആണ് അല്ലേ. കല്ല് പോകുന്നത് മുകളിലേക്കും ആക്സലറേഷൻ താഴോട്ടും അല്ലേ. അപ്പോൾ അത് നെഗറ്റീവ് ആക്സലറേഷൻ്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ കല്ല് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഇതിന്റെ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു അവസാനം ചെന്നൊന്ന് നിൽക്കും. എന്നിട്ട് തിരിച്ച് താഴോട്ടിങ്ങ് പോരും അല്ലേ. അപ്പൊ ഈ കല്ല് സാവധാനം മുകളിലേക്ക് സ്പീഡ് കുറഞ്ഞു മുകളിൽ ചെന്ന് ഇതിന് ചെല്ലാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ആകുമ്പോൾ നിൽക്കും, റെസ്റ്റിലാവും. അപ്പൊ അയാളുടെ വെലോസിറ്റി 0 പക്ഷെ അപ്പോഴും താഴേക്ക് എർത്ത് പിടിച്ച് വലിക്കുന്നുണ്ട്. അത് കാരണം താഴേക്ക് ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ ഇത് അടുത്ത സെക്കൻഡിൽ താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് നമ്മൾ എറിഞ്ഞു, അത് മാക്സിമം ഹൈറ്റിൽ ചെന്നപ്പോൾ അയാളുടെ വെലോസിറ്റി 0 പക്ഷേ സ്റ്റിൽ ദെയർ ഈസ് ആൻ ആക്സലറേഷൻ. അപ്പോഴും അയാൾക്കൊരു ആക്സലറേഷൻ ഉണ്ട് താഴോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാം, വെലോസിറ്റി 0 ആക്സലറേഷൻ 0 വേണമെങ്കിൽ 0 ആകാതെയും ഇരിക്കാം. അതിനൊരു എക്സാമ്പിളാണ് അല്ലേ. ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 അവിടെ നിന്ന് നിന്നിട്ട് തിരിച്ച് താഴോട്ട് വരുന്നില്ലേ. പക്ഷെ അപ്പോഴും അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് താഴേക്ക് വരുന്നത് ഇല്ലേ. അപ്പോൾ വെലോസിറ്റി 0 ആക്സലറേഷൻ 0 ഒരു കേസിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. when a stone is thrown upwards at its maximum height its final velocity becomes 0 but still there is an acceleration in downward direction. ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് ആവറേജ് ആക്സലറേഷൻ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യും, അതിനെയാണ് ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റിന് ഒരേ ആക്സലറേഷൻ ആയിരിക്കില്ല ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവറേജ് ആക്സലറേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റിനുണ്ടാകുന്ന ടോട്ടൽ വെലോസിറ്റിയുടെ ചേഞ്ചും ടോട്ടൽ ടൈമും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് ആക്സലറേഷൻ കിട്ടും. ആവറേജ് ആക്സലറേഷൻ മീൻസ് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടോട്ടൽ ടൈം ടേക്കൺ. ആകെ എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്തു, അതിനാകെ എത്ര ടൈം എടുത്ു, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ, ആവറേജ് ആക്സലറേഷൻ കിട്ടും. ദെൻ ആവറേജ് ആക്സലറേഷനെ നമ്മൾ അതിന്റെ മുകളിലൊരു ബാർ, എ ബാർ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ വെലോസിറ്റി v1 ഫൈനൽ വെലോസിറ്റി v2 ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? v2 - v1 അല്ലേ.
അപ്പോൾ ഈ v1 വെലോസിറ്റി ആയിരുന്നപ്പോൾ ഉള്ള ടൈമാണ് t1. അപ്പോൾ v2 വെലോസിറ്റി ആയപ്പോൾ ഉള്ള ടൈമാണ് t2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി v2 മൈനസ് v1, അതിനെടുത്ത ടോട്ടൽ ടൈം t2 മൈനസ് t1. ഇതാണ് ആവറേജ് ആക്സലറേഷന്റെ ഇക്വേഷൻ. ഇനി ഇത് രണ്ട് വെലോസിറ്റികൾ തമ്മിലുള്ള ചേഞ്ച് ആണ് അല്ലെ. ചേഞ്ചിനെ കാണിക്കാൻ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ് ഡെൽറ്റ. ഇനി വെലോസിറ്റിയുടെ ചേഞ്ച് അല്ലേ, അതുകൊണ്ട് ഡെൽറ്റ വി എന്ന് എഴുതി. വെലോസിറ്റിയുടെ ചേഞ്ച് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ദെൻ ഇത് ടൈമിന്റെ ചേഞ്ച് അല്ലേ, രണ്ട് ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്, അതിന്റെ ചേഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡെൽറ്റ ടി എന്ന് എഴുതാം. ദെൻ ആവറേജ് ആക്സലറേഷൻ A is equal to ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ഒരു ഒബ്ജക്റ്റിന് പല ആക്സലറേഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരാശരി ആക്സലറേഷൻ ആണ് സാധാരണ കണക്കാക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ആവറേജ് ആക്സലറേഷൻ. അടുത്തതായി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്തായിരുന്നു? ഒരു ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി, അതുപോലെ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. രണ്ട് ടൈം തന്നിട്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എപ്പോഴും അത് ആവറേജ് ആക്സലറേഷനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സെക്കൻഡിൽ എത്ര ആക്സലറേഷൻ ഉണ്ട് ഒറ്റ ടൈം തരുന്നു. രണ്ടാമത്തെ സെക്കൻഡ് t1 t2 ഒന്നുമില്ല, t is equal to 2 സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡിൽ എത്ര ആക്സലറേഷൻ ഉണ്ട് അങ്ങനെ ചോദിച്ചാൽ ആ ആക്സലറേഷനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ മീൻസ് ഇറ്റ് ഈസ് ദി ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റിൽ ഉണ്ടാകുന്ന ആക്സലറേഷനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയും. നമ്മൾ ഇന്ന് ആക്സലറേഷനെ കുറിച്ച് പഠിച്ചു. ആക്സലറേഷനെ കുറിച്ച് ഓർക്കേണ്ട 1-2 പോയിന്റുകളുടെ നമുക്ക് നോക്കാം. അതായത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ടൈമിൽ. അങ്ങനെയാണെങ്കിൽ യൂണിഫോം മോഷനിൽ വെലോസിറ്റി മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ 0 ആയിരിക്കും. അല്ലേ, 5 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കാർ ഇങ്ങനെ പോകുന്നു, ആക്സലറേഷൻ 0 ആയിരിക്കും, വെലോസിറ്റി മാറാത്തതുകൊണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി 0 ഒബ്ജക്റ്റിനും ആക്സലറേഷൻ ഉണ്ടാകാം. അതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിഞ്ഞാൽ അത് മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ വെലോസിറ്റി 0 ആകും, ഫൈനൽ വെലോസിറ്റി 0 ആകും. പക്ഷെ അപ്പോഴും താഴോട്ട് അതിന് ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ വെലോസിറ്റി 0 ആയാലും എന്തുണ്ടാകാം? ആക്സലറേഷൻ ഉണ്ടാകാം. ഇനി അതുപോലെ തന്നെ ഡയറക്ഷൻ മാറിയാലും ആക്സലറേഷൻ ഉണ്ടാകാം. കാരണം വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉള്ളതുപോലെ തന്നെ ആക്സലറേഷനും ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ ആക്സലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഉള്ളതുകൊണ്ട്. ഇനി നോർത്തിലേക്ക് പോകുന്ന ഒരു ഒബ്ജക്റ്റ് ഈസ്റ്റിലേക്ക് തിരിഞ്ഞാൽ ഡയറക്ഷൻ മാറിയത് കാരണം അയാളുടെ വെലോസിറ്റി മാറും. അപ്പോൾ ഡയറക്ഷൻ മാറുമ്പോൾ വെലോസിറ്റി മാറുന്ന കാരണം അവിടെ എന്തുണ്ടാവും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആക്സിലറേഷനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ആക്സിലറേഷൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല അല്ലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാലും ആ ഒറ്റ ഒരു സെന്റൻസിൽ ഒതുങ്ങുന്നതല്ല ആക്സിലറേഷൻ. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് വേണം പഠിക്കാൻ. കാരണം ഓരോ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പഠിക്കാതെ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒത്തിരി മീനിങ്ങുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു എക്സാമിനൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കുക ടോപ്പിക്കുകൾ. ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഫുള്ള് കോൺസെപ്റ്റുകളാണ് ഇല്ലേ. ആ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചില കുട്ടികൾക്കൊക്കെ ഫിസിക്സിന് ചിലപ്പോൾ മാർക്ക് കുറയുന്നത്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ ആക്സലറേഷൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. ആ ആക്സലറേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയങ്ങളൂടെ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റട്ടെ. അതുപോലെ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.